ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒളിമ്പിക്സിനെ കുറിച്ച് പഠിക്കാം അല്ലേ? ഓക്കെ, സോ ഏൻഷ്യന്റ് ഒളിമ്പിക്സ്, അതായത് പ്രാചീന ഒളിമ്പിക്സ്. പ്രാചീന ഒളിമ്പിക്സ് ആദ്യമായിട്ട് നടന്നത് എപ്പോഴാണ് എന്ന് നിങ്ങൾക്കറിയോ? BC 776 അതെ, നിങ്ങൾ വായിച്ചത് ശരിയാണ്. യേശു ക്രിസ്തു ജനിക്കുന്നതിനും 776 വർഷങ്ങൾക്ക് മുമ്പാണ് ആദ്യ പ്രാചീന ഒളിമ്പിക്സ് നടന്നത്. അന്ന് ഒളിമ്പിയ എന്ന സ്ഥലത്തായിരുന്നു ഒളിമ്പിക്സ് നടന്നിരുന്നത്. ആ ഒളിമ്പിയ എന്ന സ്ഥലപ്പേരിൽ നിന്നാണ് ഒളിമ്പിക്സ് എന്ന നാമം ഉണ്ടായത്. ഓക്കെ, സോ നമുക്ക് 1896 ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാം. ഓക്കെ, അന്ന് എന്താണ് സംഭവിച്ചത്? മോഡേൺ ഒളിമ്പിക്സ് അഥവാ ആധുനിക ഒളിമ്പിക്സ്. ആദ്യത്തെ ആധുനിക ഒളിമ്പിക്സ് നടന്ന വർഷമാണ് 1896. എവിടെയാണ് ആദ്യത്തെ ആധുനിക ഒളിമ്പിക്സ് നടന്നതെന്ന് അറിയോ? ഏതൻസ്. ഏതൻസിന്റെ പ്രത്യേകത എന്താണ്? ഏതൻസ് ഇസ് ദ ക്യാപിറ്റൽ ഓഫ് ഗ്രീസ്. ഗ്രീസിന്റെ തലസ്ഥാനമായ ഏതൻസിലാണ് ആദ്യത്തെ ആധുനിക ഒളിമ്പിക്സ് നടന്നത്. ആരാണ് ആധുനിക ഒളിമ്പിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? അത് ഫ്രഞ്ച് ഹിസ്റ്റോറിയനും എഡ്യൂക്കേറ്ററും ഒക്കെയായ പിയറി ഡി ക്യൂബർട്ടിനാണ്. അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായ ആശയമാണ് ഈ ആധുനിക ഒളിമ്പിക്സ്. പ്രാചീന ഒളിമ്പിക്സിനെ പറ്റി അദ്ദേഹത്തിന് അറിവുണ്ടായിരുന്നു, കാരണം അദ്ദേഹം ഒരു ഹിസ്റ്റോറിയൻ ആയിരുന്നല്ലോ. അപ്പൊ അന്നത്തെ ആ സ്പോർട്സിന്റെ സ്പിരിറ്റും മത്സരത്തിന്റെ സ്പിരിറ്റും ഒക്കെ ഈ ആധുനിക ലോകത്തും ഉണ്ടാവണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അങ്ങനെയാണ് മോഡേൺ ഒളിമ്പിക്സ് പിറവി കൊണ്ടത്. ഓക്കെ, സോ നമുക്ക് കറണ്ട് അഫയേഴ്സിലേക്ക് കടക്കാം അല്ലേ? പാരീസ് ഒളിമ്പിക്സ്, ഇപ്പോൾ ഏറ്റവും അടുത്ത് നടന്ന ഒളിമ്പിക്സ് ആണ് പാരീസ് ഒളിമ്പിക്സ്. 2024 അത് നടന്നത്. അത് ഒളിമ്പിക്സിന്റെ 33ാമത്തെ എഡിഷൻ ആയിരുന്നു. സോ നമുക്ക് എല്ലാം ഒന്നും കൂടി ഒന്ന് നോക്കാം. ആദ്യത്തെ ഏൻഷ്യന്റ് ഒളിമ്പിക്സ് നടന്നത് BC 776 ഒളിമ്പിയ എന്ന സ്ഥലത്തായിരുന്നു. ആ ഒളിമ്പിയ എന്ന സ്ഥലപ്പേരിൽ നിന്നാണ് ഒളിമ്പിക്സ് എന്ന നാമം ഉണ്ടായത്. ആദ്യത്തെ മോഡേൺ ഒളിമ്പിക്സ് നടന്നത് 1896 ഏതൻസിൽ വെച്ചാണ്. ഏതൻസ് ആണ് ക്യാപിറ്റൽ ഓഫ് ഗ്രീസ്. ആധുനിക ഒളിമ്പിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പിയറി ഡി ക്യൂബർട്ടിനാണ്. ഇപ്പോൾ ഏറ്റവും അടുത്ത് നടന്ന ഒളിമ്പിക്സ് 2024 പാരീസ് ഒളിമ്പിക്സ് ആണ്. അത് ആധുനിക ഒളിമ്പിക്സിന്റെ 33ാമത് എഡിഷൻ ആണ്. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.